ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ കഴിയാത്ത എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജിൻ്റെ പ്രശ്നം നമുക്ക് ഒരു മെത്തേഡ് കൊണ്ട് മാത്രം പരിഹരിക്കാൻ സാധിക്കില്ല. അതിന് പല വഴികളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ടുള്ള അടുത്തൊരു മെത്തേഡാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള സ്റ്റോറേജ് പ്രശ്നം ഫുള്ളായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പായിട്ട് ഫോണിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഈ യൂട്യൂബ് ചാനലിലെ പ്രത്യേകം പ്ലേലിസ്റ്റ് തയ്യാറാക്കി ആ വീഡിയോകളെല്ലാം അതിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോകളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് തിരിച്ചു പിടിക്കുന്നതിനുള്ള വിവിധ മെത്തേഡുകളാണ് ആ പ്ലേലിസ്റ്റിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിലൂടെ നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജ് തിരിച്ചു പിടിക്കുന്നതിനായിട്ട് പുതിയൊരു മെത്തേഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് ആ ആപ്പ് ഉപയോഗിച്ചാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ സെർച്ച് ബാറിൽ empty ഫോൾഡർ ക്ലീനർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ധാരാളം ആപ്പുകൾ വരുന്നതാണ്. അതിൽ നിന്നും empty ഫോൾഡർ ക്ലീനർ എന്നുള്ള ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫോണിലേക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്പ് പ്രവർത്തിക്കുന്നതിനായിട്ട് കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും. അത് നമ്മൾ അലൗ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അങ്ങനെ ആപ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ വന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ വന്നത് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ചില പെർമിഷനൊക്കെ ചോദിച്ചേക്കാം. അത് ചിലപ്പോൾ നമുക്ക് അലൗ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ആപ്പ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ സ്കാൻ empty ഫോൾഡർ ഓൾ ഡിവൈസ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം വരുന്നത്. ആ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൻ്റെ സ്പേസ് മുഴുവനും സ്കാൻ ചെയ്ത് അവിടെ empty ഫോൾഡറായിട്ടുള്ള എല്ലാ ഫോൾഡറുകളും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്ത വരുന്ന ഓപ്ഷൻ ഡിലീറ്റ് empty ഫോൾഡർ ഇൻറ്റേർണൽ എന്നുള്ളതാണ്. ഇത് ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള എല്ലാ ഫോൾഡറുകളും empty ആയിട്ടുള്ള എല്ലാ ഫോൾഡറുകളും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മൂന്നാമതായിട്ട് വരുന്ന ഓപ്ഷൻ ഡിലീറ്റ് empty ഫോൾഡർ SD കാർഡ് എന്നുള്ള ഓപ്ഷനാണ്. ഇത് SD കാർഡിലുള്ള empty ആയിട്ടുള്ള ഫോൾഡറുകൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് 3 ഓപ്ഷനാണ് ഈ ഒരു ആപ്പിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഈ 3 ഓപ്ഷനും ഉപയോഗിച്ച് നമ്മുടെ ഫോണിലെ empty ഫോൾഡർ ഡിലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം മെമ്മറി സ്റ്റോറേജ് ഫ്രീ ആയിട്ട് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് പെർമിഷനുകൾ നമ്മൾ അലൗ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അലൗ ചെയ്ത് കൊടുക്കാം. പോപ്പ് വിൻഡോ വന്നിട്ടുണ്ട്, അത് പെർമിഷൻ അലൗ ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അതും അലൗ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള എല്ലാ ഓപ്ഷനുകളും ഉപയോഗിച്ച് നമ്മുടെ ഫോണിലുള്ള empty ഫോൾഡർ ആയിരിക്കുന്ന ഫോൾഡറുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഡിലീറ്റ് empty ഫോൾഡർ ഇൻറ്റേർണൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള empty ഫോൾഡറുകളെല്ലാം ഡിലീറ്റ് ആവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ ലിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട്. ഡിലീറ്റ് ആയ ഫോൾഡറുകളുടെ എല്ലാം ലിസ്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ലിസ്റ്റിൽ കാണുന്ന എല്ലാ empty ഫോൾഡറുകളും നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഡിലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ളത് SD കാർഡിലെ empty ഫോൾഡറുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനായിട്ടുള്ള പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ SD കാർഡിൽ ക്ലീൻ ചെയ്യാനുള്ളതായതുകൊണ്ട് ഏത് ഫോൾഡർ ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡർ ക്ലീൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ മാത്രമായിട്ട് ആ ഫോൾഡറിലുള്ള empty ഫോൾഡറുകളെല്ലാം ക്ലീനായി കിട്ടുന്നതാണ്. അപ്പോൾ അതിനുള്ള പെർമിഷനുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് നമ്മളൊക്കെ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിൽ മാത്രമായിട്ടുള്ള ക്ലീനിങ്
നടക്കുന്നതാണ്. അപ്പോൾ SD കാർഡിലെ empty ഫോൾഡറും ഇവിടെ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി SD കാർഡിലും അവിടെ നമുക്ക് നല്ലൊരു സ്പേസ്, മെമ്മറി സ്പേസ് നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ empty ഫോൾഡർ ക്ലീനർ എന്നുള്ള ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്റ്റോറേജ് നല്ലൊരു ശതമാനം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ empty ഫോൾഡർ ക്ലീനർ എന്നുള്ള ഈ ആപ്പ് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ നമ്മുടെ ഫോണിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ട ഒരു രീതിയുണ്ട്. നമ്മൾ വെറുതെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയരുത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കാം. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നതാണ്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീനിൽ ക്ലിയർ ക്യാച്ച്, ക്ലിയർ ഡാറ്റ എന്നീ 2 ഓപ്ഷനുകൾ വരുന്നതാണ്. ഈ 2 ഓപ്ഷനുകളിൽ ക്ലിയർ ക്യാച്ച്, അതിനുശേഷം ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്ത് ഈ ഒരു ആപ്പിൻ്റെ എല്ലാ ഡാറ്റയും ക്ലിയർ ചെയ്ത് നമുക്ക് പുറകോട്ട് വരാവുന്നതാണ്. അതിനുശേഷം അടുത്ത വരുന്ന സ്ക്രീനിൽ നമുക്ക് ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളവിടെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് നമുക്കിവിടെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് അൺഇൻസ്റ്റാളായി പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു സ്ക്രീനിൽ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അത് നമുക്ക് ഓക്കെ പ്രസ് ചെയ്ത് നമുക്കത് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഞാൻ ഈ ചാനലിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേകം പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി ഈ വീഡിയോയിലൂടെ പറയുകയാണ്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നിങ്ങളെല്ലാവരും സന്ദർശിക്കുക. ഞാൻ ഒരുപാട് വീഡിയോകൾ ഈ ഫോണിലെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം കാണുക. ഒരു വീഡിയോ മാത്രം കണ്ട് നമ്മൾ ആ മെത്തേഡ് മാത്രം ഉപയോഗിച്ച് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പരിഹാരമാവില്ല. ഞാൻ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വീഡിയോകളും കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഫോണിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.